മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. നീ എന്തിനാണ് ഈ കൊച്ചെ പേടിക്കുന്നേ? ചുമ്മാ അങ്ങ് മത്സരിക്കേ. ചേട്ടാ നമുക്കൊരു സെൽഫി എടുത്താലോ? ഹലോ, ഞാൻ ഉറപ്പിച്ചു ശലമോനെ, ഇത്തവണ നമ്മുടെ 10ാം വാർഡിലെ ഈ ജിജിമോൾ പൗലോസ് പഴുക്കാപ്പള്ളി മത്സരിക്കും. സംഭവം ആരെടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഫാൻസ് ഒക്കെ ഫുൾ സപ്പോർട്ടാ. ഫോണിലാണെങ്കിൽ നോട്ടിഫിക്കേഷന്റെ ബഹളോ. അവന്മാരെല്ലാം മുറ്റത്ത് നിൽപ്പുണ്ട്. എന്തായാലും നിക്കാന്നേ. ഹലോ, നീ ഇതെവിടാ? ഇന്നലെ രാത്രി നീ ഇത് എന്നാ പണിയാ ഒപ്പിച്ചേ? അവള് റെഡിയാ. ദേ ശലമോനെ വിളിച്ച് ഇപ്പൊ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അയ്യാന്നോ? എനിക്ക് ഉറപ്പായടാ. എന്താന്ന്? അവൾ ഈ പൗലോസിന് തന്നെ ഉണ്ടായതാടാ. എന്നാ പങ്കായത്? ഇന്നലെ രാത്രി ഉറങ്ങാൻ സമ്മതിച്ചില്ല. ആ കൊച്ചു സമ്മതിച്ചെന്നാ നിന്റെ ആ കുന്തോന്ന് ഓൺ ചെയ്യാൻ. ലാപ്ടോപ്പ് അതല്ലേ? ഓപ്പൺ ഫേസ്ബുക്ക്. ക്യൂൻ ഓഫ് തോന്നിക്കൽ. എന്റെ പൊന്നു പങ്കാ, കൊച്ചു ചില്ലറക്കാരിയല്ല കേട്ടോ. 3-4 മണിക്കൂറിനുള്ളില് 10K പേജിലേക്ക്. എന്നുവെച്ചാ എടോ 10,000 പേര് ലൈക്ക് പേജിലേക്ക്. അത് മാത്രമല്ല, നമ്മൾ ഇട്ടേക്കുന്ന പോസ്റ്ററുകൾക്ക് എന്നാ റീച്ചാ. കണ്ടോ? എന്റെ പൊന്നോ, ഇടുവല്ലേ? പൊളിറ്റിക്സ്. നാടിന് പുതിയ നായിക. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ. സംഭവിച്ചാവും. യൗവനം ഭരിച്ചിരിക്കും. പൊളി. ഹൈക്കമാൻഡിന്റെ തീരുമാനമായതുകൊണ്ട് നമ്മൾ അങ്ങ് ഉറപ്പിച്ചൊന്നല്ലോ. അതെ. ഒന്ന് വന്നേ. ഞാൻ എന്താ വെറുതെ? ഇതാണ് ആശാന ഇന്നലെ രാത്രി പറഞ്ഞ പണി. ബെന്നി. ഓ, ബെന്നി. കൊള്ളാം മോനെ, സംഭവം കിടുക്കി. ബെന്നി ഹാക്കർ. ഹാക്കർ എന്ന് അപ്പന്റെ പേരാന്നോ? അല്ല, വീട്ടുപേരാ. പങ്ക, എന്തോ ഇങ്ങനുള്ളവന്മാർക്ക് ഇതുപോലെ ചിലതുണ്ടാവും. ഇതൊരു ചെറിയ അഡ്വാൻസ്. എന്ത് പരിപാടിക്കും പൗലോസ് റെഡിയാ. പങ്കനോട് പറഞ്ഞേൽപ്പിച്ചാ മതി. കൊച്ചു ജയിക്കണം. ഉറപ്പായിട്ടും ഞാൻ ഏറ്റു. നിനക്കല്ല, അപ്പുറത്തേക്ക് കൊടുക്ക്. ശരി, വിട്ടോ. നിങ്ങൾ ഉറപ്പിച്ചു തന്നെയാണോ? ആ,
നാളെ വേറൊരു വീട്ടിലേക്ക് കെട്ടിച്ചയക്കേണ്ട പെണ്ണ. ചെല്ല് നീ അടുക്കളയിൽ ചെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നോക്ക്. ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട കേട്ടാ. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ അരവനീന്ന് തിരുമേനിയായിരുന്നു. ഇതിപ്പോ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നില്ലേ, ചെന്ന് കണ്ട് പറയാൻ പറ്റിയില്ല. അതിന്റെ ഒരു അതാ പറയാതിരിക്കാൻ മേലെ എന്റെ പൗലോച്ചയാ. ഹൈക്കമാൻഡ് വരെ ഞെട്ടി. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ എന്നാ മാജിക്കാ കാണിച്ചേ. എവിടെ നമ്മുടെ സ്ഥാനാർത്ഥി? ഹലോ, ഇപ്പൊ കൊടുക്കാം. ശരി സാർ. എടാ വല്യമ്മച്ച് നേരിട്ട് ഇടപെട്ട കേസാന്നേ, അല്ലാണ്ട് ഉമ്മ സ്വപ്നമൊന്നും അല്ല. ആ 1 മില്യൺ ഫോളോവേഴ്സ് വിത്ത് ബ്ലൂടിക്ക്, അതായിരുന്നു മോനെ ഓഫർ. എടാ ശലമോനെ, നീ ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ആ സത്യമാടാ. ആന്നേ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ജില്ലാ പ്രസിഡന്റ്. ഹലോ, നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാരെയാണ് ഈ നാടിന് ആവശ്യം. പിന്നെ ഞാനും ഒരു ഫോളോവറാണ് കേട്ടോ. ആന്നോ? എന്നതാ ഐഡി? മന്മഥരാസ. ഇനി മുതൽ ലൈക്ക് ചെയ്ത് കൂടുതൽ ഷെയർ കൂടി ചെയ്യണേ. തെരഞ്ഞെടുപ്പൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ജിയുമായിട്ടൊന്ന് ഡിബേറ്റ് അടിക്കാൻ. ജി അല്ല, ജിജി. അതെ, ജിജി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജിജി അല്ല, ജിജി. അപ്പൊ ശരി ജിജി. അത് കൊള്ളാം. ഹായ് പൗലോച്ചായോ. ഇത്തവണ സ്ഥാനാർത്ഥി ജിജിമോളായ സ്ഥിതിക്ക് ചിഹ്നം നമുക്ക് റോസാപ്പൂ തന്നെ പിടിച്ചാലോ? പൂവൊക്കെ കൊള്ളാം, പക്ഷേ 2 ഇലയും കൂടെ വേണം. അത് ശരിയാ. നമുക്ക് ഇലയുള്ള റോസാപ്പൂ മതി. അപ്പോ ഉറപ്പിക്കാം, നമ്മുടെ ചിഹ്നം ഇലയുള്ള റോസാപ്പൂ. ഓക്കെ അല്ലേ? പിന്നെ ജിജിയുടെ പത്രികാ സമർപ്പണത്തിനുള്ള റൂട്ട് മാപ്പ് മഹാരമയിൽ എത്തിയിട്ടുണ്ട്. അതല്ലാതെ അങ്ങോട്ട് വേറെ വഴികളൊന്നും ഇല്ലല്ലോ. നടക്ക് വരൂ. നമ്മുടെ സ്ഥാനാർത്ഥി ജിജിക്ക്, നമ്മുടെ സ്ഥാനാർത്ഥി ജിജിക്ക്. രണ്ടില നടുവിൽ പനിനീർപ്പൂ, രണ്ടില നടുവിൽ പനിനീർപ്പൂ. ജിജിക്ക്, ജിജിക്ക്. വരൂ, പുറപ്പെടും. ആശാനെ, ആയി ജിജി, ചായേ. രണ്ടില നടുവിൽ പനിനീർപ്പൂ, രണ്ടില നടുവിൽ പനിനീർപ്പൂ. ആരാ നമ്മുടെ സ്ഥാനാർത്ഥി? ഇതെന്താ ചന്തയെന്ന് വിചാരിച്ചോ? ആരാ നിങ്ങൾ സ്ഥാനാർത്ഥി? ജിജി പൗലോസ്, എന്റെ മോളാ. അപ്പനും മോളും ഒക്കെ അങ്ങ് വീട്ടില്, സ്ഥാനാർത്ഥി മാത്രം അകത്ത് കയറിയിട്ട് ബാക്കിയുള്ളവരൊക്കെ കടക്ക് പുറത്ത്. പിടിക്കുന്നില്ല.